നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. ഷാർജ, മസ്കറ്റ്, അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത്. വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. വിമാനത്താവളത്തിൽ നൂറുകണക്കിന് യാത്രക്കാരാണ് കുടുങ്ങിക്കിടന്നത്. വിമാനം റദ്ദാക്കാൻ കാരണം ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കെന്ന് സൂചന. ബുധനാഴ്ച രാവിലെ 4:25 പുറപ്പെടേണ്ട 1X743 ഷാർജ, 6:45 പുറപ്പെടേണ്ട 1X713 മസ്കറ്റ്, 9:20 പുറപ്പെടേണ്ട 1X715 അബുദാബി സർവീസാണ് മുന്നറിയിപ്പ് നൽകാതെ റദ്ദാക്കിയത്. അതിരാവിലെ യാത്ര ചെയ്യാനായി എത്തിയപ്പോഴാണ് ഇവർ വിവരമറിയുന്നത്. ഇതേ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെയും ഇവരെ യാത്രയയക്കാനെത്തിയവരും പ്രതിഷേധിച്ചു. വിമാനത്താവളത്തിൽ നൂറുകണക്കിന് യാത്രക്കാർ ഇനിയെന്ത് എന്നറിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. വിമാനം റദ്ദാക്കാൻ കാരണം ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണെന്നാണ് സൂചന. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ ഫ്ലൈറ്റും നമ്മളെ ക്യാബിൻ ക്രൂസ് പെട്ടെന്ന് ഉണ്ടായ ഒരു സ്ട്രൈക്കിലേക്ക് പോയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അവരെ ഡ്യൂട്ടി ടൈം തുടങ്ങുന്നതിന്റെ അതായത് നമ്മളിപ്പോ 12 മണിക്ക് ശേഷം, അതായത് 3-4 മണിക്കൂർ മുന്നേ അവരെ ഡ്യൂട്ടി ടൈം തുടങ്ങുന്ന ആ സമയങ്ങളിലാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാരണത്താൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഈ അവർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നിയമവശമായ ഒരു കമ്പനിക്ക് 1-2 ദിവസം മുന്നേ എന്ത് ചെയ്യണം, നോട്ടീസ് കൊടുത്തിട്ടാണ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ പോവുക. അപ്പൊ പാഷന് നമുക്ക് വെൽ ഇൻ അഡ്വാൻസ് ഇൻഫോം ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ അവര് ഡ്യൂട്ടിക്ക് വരാതെ, അതായത് അസുഖമാണെന്നുള്ള കാരണത്താൽ സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ എയർപോർട്ടിൽ വരാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇന്നത്തെ രാവിലത്തെ ഷാർജ മുതലുള്ള എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസലായി തുടങ്ങി. ഇപ്പൊ 1 by 1 ക്യാൻസലായി തുടങ്ങിയിട്ട് അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും എല്ലാ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ആയിട്ടുണ്ട്. അതിനുള്ള ഇപ്പം നീട്ടായിട്ട് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുന്ന് മാക്സിമം കമ്പനികളിലേക്ക്, അതായത് പല ആൾക്കാർക്കും ജോലി സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ള എനിക്കറിയാം. ഇപ്പൊ ഞാനും നിങ്ങളൊപ്പം തന്നെ ഈ കമ്പനി എന്താണ് പറയാനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ കമ്പനികൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡിലേ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യാം. അതല്ല, അടുത്ത ദിവസങ്ങളിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റ്സിലേക്കും നമ്മൾ എന്ത് ചെയ്യാം, റീഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ഓൾറെഡി അവർ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ലിസ്റ്റ്. അത് നിങ്ങളെ PNR നമ്പർ, കോൺടാക്ട് നമ്പറും കാര്യങ്ങൾ എഴുതിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻസലേഷൻ ചെയ്ത് ആർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതർ എയർലൈൻ എടുക്കണമെങ്കിൽ അതിന്റെ ഫുൾ റീഫണ്ട് നമ്മൾ തരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളിവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.